ഒരു കൃഷിക്കാരൻ. അയാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അയാൾക്ക് സ്വന്തമായിട്ടൊരു പ്രാർത്ഥനാ പുസ്തകം പോലും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അയാൾ കൃഷിസ്ഥലത്തേക്ക് പോകുന്ന കാളവണ്ടിയിലാണ്. അപ്പോൾ ഈ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഇയാൾ പ്രാർത്ഥിക്കും. ഈ പുസ്തകത്തിൽ അതിന് സ്പെഷ്യൽ പ്രാർത്ഥനകളുണ്ട്. ഒരു ദിവസം ഇയാൾ പുസ്തകം എടുക്കാൻ മറന്നുപോയി. പ്രാർത്ഥന കാണാപ്പാടാൻ അറിയില്ല, അതുകൊണ്ട് അയാൾ പ്രാർത്ഥന ചൊല്ലിയില്ല. മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് തിരിച്ച് കാളവണ്ടിയിൽ വരുമ്പോൾ കാളവണ്ടിയുടെ വീലൊരെണ്ണം ഊരിപ്പോയി. അപ്പോഴേക്ക് മനസ്സിലായി പ്രാർത്ഥിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഉടനെ അവിടെ മുട്ടുകുത്തി 2 കൈ നിവർത്തി ഈ മനുഷ്യനിങ്ങനെ പറഞ്ഞു, ദൈവം നിനക്കറിയാലോ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളാണ്, പക്ഷെ ഇന്ന് പുസ്തകം മറന്നുപോയി. ഒറ്റ വരി പോലും കാണാപ്പാടാൻ അറിയില്ല. ഞാനിപ്പോൾ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം തൊട്ട് അവസാനത്തെ അക്ഷരം വരെ നിർത്തി 20 തവണ ചൊല്ലാം. എല്ലാ പ്രാർത്ഥന അറിയാവുന്ന നീ എൻ്റെ പ്രാർത്ഥനയായിട്ടത് സ്വീകരിക്കണേ. സ്വർഗത്തിലെ ഈ സമയത്ത് ദൈവം പൊട്ടിച്ചിരിക്കുക. അപ്പോൾ മലാവിൽ വെച്ച് എന്നാ പറ്റി? ഇതാണ് ഏറ്റവും ബെസ്റ്റ് പ്രാർത്ഥന കിട്ടിയത്. അത് ബെസ്റ്റ് പ്രാർത്ഥന, ഒരു കൃഷിക്കാരൻ്റെ പ്രാർത്ഥന. അവിടെ ഉള്ളിൽ നിന്നാണ് വന്നേ. വരികളൊന്നും ഉണ്ടായില്ല, വാക്കുകളുണ്ടായില്ല. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യരുത്. പൊള്ളയായിട്ടുള്ള വാക്കുകളുടെ ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അപ്പനെ അറിയാലോ നിങ്ങൾക്ക് എന്താ തരണ്ടേന്ന്. ഒന്ന് നോക്കിയേ, ഈശോ നമ്മളെ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചിട്ടുള്ളൂ. സഭ പറഞ്ഞു ആ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്, ആവശ്യമുള്ളത് മുഴുവൻ ആ പ്രാർത്ഥനയിലുണ്ട്. എന്നിട്ടും ദിവസവും എത്രമാത്രം പ്രാർത്ഥനകളാണ് പുതിയത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താ അല്ലേ?